ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഈ ഒരു കണ്ടൻറ്റ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ സോൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള 2 മെസ്സേജസാണ്. പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കരുതെന്ന് പറഞ്ഞാലും പലപ്പോഴും മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ ആ മെസ്സേജസിൽ ഒന്ന് മറ്റേതോ ഒരു വീഡിയോ, ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് ഒരു വീഡിയോ അയച്ചിട്ട് ഇതൊന്ന് കേട്ട് നോക്കൂ, പ്രാക്ടിക്കലി ഇങ്ങനെയാണെന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ലൂപ്പിൽ വീണ് പോകരുതെന്നുള്ള ഒരു കണ്ടൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്ന വീഡിയോ ഞാൻ മുഴുവനായിട്ടും കേട്ടില്ല. കാരണം എനിക്ക് ആ ഒരു എനർജി അലൈൻഡായിട്ട് തോന്നിയില്ല. രണ്ടാമത്തേത്, ഒരു മെസ്സേജ് ഇന്നലെ എനിക്ക് തോന്നുന്നു കമൻ്റായിട്ടാണോ മെസ്സേജായിട്ടാണോ ഞാൻ കണ്ടിരുന്നു. 3Dയിലുള്ള എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കുന്നു, 5Dയിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നവർ മാത്രം എന്തുകൊണ്ട് പെയിനിൽ ഇരിക്കുന്നു? ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഇന്നലെ തൊട്ട് ഈ ഒരു കണ്ടൻറ്റ് ചാനൽ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറയുന്നത് പ്യുവർലി എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഈ ജേർണിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ആദ്യത്തേത് ഓഫ് കോഴ്സ് ട്വിൻ ഫ്ലെയിം ജേർണീനെ കുറിച്ചാണ്. അപ്പോൾ പലരും ഇപ്പോൾ എന്തുകൊണ്ടോ എന്നോട് ചോദിക്കുന്ന ഒരു വാക്കാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണോ, അല്ലെങ്കിൽ പല പല ടെക്നിക്കൽ ടേംസ്, സയൻറ്റിഫിക് ടേംസ് കൊണ്ടുവന്നിട്ട് ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ എഗെയിൻ ഇവിടെ പറയാനുള്ളത് ട്വിൻ ഫ്ലെയിം ജേർണി റിയലാണ്. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് നമ്മളുടെ മസ്കുലൈൻ അല്ലെങ്കിൽ നമ്മളുടെ ഫെമിനൈൻ എനർജി, ഞാൻ എനർജീസിൻ്റെ കാര്യമാണ് പറയുന്നത്, ബോഡീസിൻ്റെ കാര്യമല്ല. അതായത് ഏത് നമ്മളുടെ കൗണ്ടർ പാർട്ടെന്ന് പറയുന്ന ആ ഒരു ബോഡിയിലുള്ള എനർജി എന്ന് പറയുന്നത് നമ്മളുടെ മിറർ സോൾ ആയതുകൊണ്ട് തന്നെ അവർ നമ്മളുടെ അവേക്കനിങ്ങിൻ്റെ കാറ്റലിസ്റ്റ് ആയിരിക്കും. കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ശരവേഗം എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾക്ക് അത്ര വേഗത്തിൽ നമ്മളുടെ ട്രാൻസ്ഫോർമേഷനെ ട്രിഗർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സോൾ ബ്ലൂ പ്രിൻ്റ് തന്നെയാണെങ്കിലും അൺകോൺഷ്യസ്ലി അവർ നമ്മളുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു മോട്ടോ എന്ന് പറയുന്നത്, ഒരു ഗോൾ എന്ന് പറയുന്നത് നമ്മളുടെ അവേക്കനിങ്ങിനെ ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്ര ക്ലിയർലി ഇത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും ട്വിൻ ഫ്ലെയിം എനർജി അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണീനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിന് വേണ്ടി ആലോചിക്കുമ്പോൾ ഇതൊരു ട്രൂ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക് ശരിക്കും ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും. കാരണം വളരെ റെയറാണ് ഈ ജേർണി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത്രയ്ക്ക് പെയിൻഫുള്ളായിരിക്കും ജേർണി ഇനിഷ്യൽ ഡേയ്സിൽ. അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ അത്രയും ബ്ലെസ്ഡുമായിരിക്കും. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പം അതർ പേഴ്സണിനെ ചുറ്റിപ്പറ്റിയല്ല. അതായത് ഈ ഒരു അതർ എനർജി എന്ന് പറയാം, നമ്മളുടെ കൗണ്ടർ പാർട്ട് എന്ന് പറയാം, നമ്മളുടെ മസ്കുലൈൻ, നമ്മളുടെ ഫെമിനൈൻ, എന്തൊക്കെ ഈ ടാഗ് ലൈൻസ് കൊടുക്കുമ്പോഴും അവർ ട്രിഗർ ചെയ്ത് കാണിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഫിയേഴ്സിനെ ആയിരിക്കും. അതായത് വെളിയിൽ നിന്നും കാണുന്ന നമ്മളിലുള്ള ഫിയേഴ്സ് അല്ല നമ്മളുടെ ഡിവൈൻ മസ്കുലൈൻ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനൈൻ ട്രിഗർ ചെയ്ത് കാണിക്കുന്നത്. ഇത് പ്യുവർലി നമ്മളുടെ ട്രാൻസ്ഫോർമേഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സോൾ അവേക്കനിങ്ങിനാണ്, നമ്മളുടെ കർമ്മ ക്ലിയറൻസിനാണ്, നമ്മളുടെ എംപവർമെൻറ്റിനാണ്, നമ്മളുടെ എൻലൈറ്റ്മെൻറ്റിനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സോളോ ജേർണി ആയിരിക്കും, അതായത് ഒറ്റയ്ക്കുള്ള ജേർണി ആയിരിക്കും. ഇതിനെ വളരെ ക്ലിയറായിട്ട് കേൾക്കുക. കാരണം സോളോ ജേർണി എന്ന് പറയാനുള്ള ഒരു കാരണം, എല്ലാ തരത്തിലുള്ള എഗ്രിമെൻറ്റ്സ്, സോൾ കോൺട്രാക്ട്സും പതിയെ നമ്മൾ ഈ ഒരു ജേർണിയിൽ വരുമ്പം റിലീസ് ചെയ്യാൻ തുടങ്ങും. ഒരു പ്രാവശ്യം നമ്മളുടെ ഉള്ളിലെ എനർജി ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ, അതിപ്പം നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടിട്ടാവാം, ഓൺലൈനിൽ കണ്ടിട്ടാവാം, സ്വപ്നത്തിൽ വന്നിട്ടാവാം, അതല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എനർജി അല്ലാതെ ഇനി ഏതെങ്കിലും ഒരു എനർജി നമ്മളിലേക്ക് വന്ന് നമ്മളെ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് പാതയിലേക്ക് തള്ളിവിടുമ്പോൾ ഇവിടുന്ന് നമുക്ക് തിരിച്ചൊരു പോക്കില്ല. അതായത് തിരിച്ചൊരു 3D ലൈഫിലേക്ക് നമുക്ക് ഒരിക്കലും 3D ലൈഫിലേക്ക് നമ്മൾ എത്തും, പക്ഷേ പഴയ പോലെ എല്ലാത്തിനെയും സപ്രസ് ചെയ്തുകൊണ്ട് ഓവർ ഗിവിങ് ആയിട്ട് സ്വയം
ഹാപ്പി അല്ലാതെ, സ്വയം സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ലൈഫിനെ നമുക്ക് ഒരിക്കലും തിരിച്ച് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ യൂണിയന് വേണ്ടിയായിരിക്കും, ഓഫ് കോഴ്സ് നമ്മളുടെ ട്വിൻ ഫ്ലെയിം എന്ത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും, ഓഫ് കോഴ്സ് നമ്മളുടെ ട്വിൻ ഫ്ലെയിം എപ്പോൾ തിരിച്ച് വരും എന്നുള്ള ഒരു കോൺസെപ്റ്റോടെ ആയിരിക്കും നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് തുടങ്ങുന്നതെങ്കിലും മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാകും ഈ ജേർണി എന്ന് പറയുന്നത് ഡിവൈനുമായിട്ടുള്ള ഒരു കണക്ഷൻ. ആ ഒരു കണക്ഷനിലേക്ക് എത്തിക്കാനാണ് സെൽഫ് റെസ്പെക്റ്റിനെ മാക്സിമം നമ്മൾക്ക് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും, അത് ഈവൻ നമ്മളുടെ ട്വിൻ ഫ്ലെയിമിൽ നിന്നാണെങ്കിൽ പോലും ബൗണ്ടറീസ് സെറ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് ഈ ഒരു ജേർണി. അത്രയും സെൽഫ് എർത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ട് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്കൊരു മാജിക്കൽ ഇൻസ്പിറേഷൻ പോലെ നമ്മളുടെ ആ ഒരു ലൈഫ് അത് നമ്മൾ പറയുകയല്ല. അതായത് ഞാനൊന്ന് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്കെന്നല്ല, നമ്മളുടെ ആ ഒരു വേ ഓഫ് ലിവിങ്ങിലൂടെ, കോൺഷ്യസ് ലിവിങ്ങിലൂടെ ആ ഒരു മാജിക്കൽ ചേഞ്ച്, ആ ഒരു ഓറയിലുള്ള മാഗ്നറ്റൈസേഷൻ കൊണ്ട് നമ്മളൊരു മാതൃകയാവുകയാണ് ചെയ്യുന്നത് സൊസൈറ്റിക്ക്. അത് വലിയ വലിയ കാര്യങ്ങളിൽ, വലിയ വലിയ സ്റ്റേജസിലെന്നല്ല ഞാൻ പറയുന്നത്, ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമ്മളുടെ എനർജറ്റിക്കലി ആ ഒരു എനർജീനെ പുഷ് ചെയ്തുകൊണ്ട് നാച്ചുറലി ആ ഒരു എനർജി ഫ്ലോയിലൂടെ നമ്മൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് വരണമെങ്കിൽ നമ്മൾ അലൈൻഡ് ആവണം. അപ്പോൾ ഇവിടെ വരെ വരുന്ന ജേർണിയിൽ നമ്മൾ സെൽഫ് ലവ് പഠിച്ചിരിക്കും, നമ്മളുടെ ശക്തിയുടെ എസൻസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ശക്തിയുടെ എസൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ശക്തി എന്ന് പറയുന്നത്, ശക്തി അത്രയും സ്വതന്ത്രയാണ്. അപ്പോൾ ഉദാഹരണം എനിക്ക് പറയാൻ തോന്നുന്നത് ദശമഹാവിദ്യയിലെ ആ ഒരു എക്സ്പ്രഷൻസ്, ദേവീൻ്റെ എക്സ്പ്രഷൻസ് തന്നെയാണ്. അല്ലെങ്കിൽ ദശമഹാവിദ്യ ഒന്നും അറിയത്തില്ല, ഇനി അവിടെ വരെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നവർക്ക് ദേവീൻ്റെ രൂപങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇവിടെ ഇനിയൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ലവ് ആൻഡ് ലൈറ്റ് മാത്രമാണെന്നുള്ളത്. അതായത് നമ്മളൊന്ന് ദേവീൻ്റെ എക്സ്പ്രഷൻസ് നോക്കുമ്പോൾ പാർവതി ദേവിയുണ്ട്, ദുർഗാദേവിയുണ്ട്, കാളിദേവിയുണ്ട്. മൂന്ന് എക്സ്പ്രഷൻസാണ്. പക്ഷേ കോർ എന്ന് പറയുന്നത്, കോർ എനർജി എന്ന് പറയുന്നത് ഒന്നാണ്. അപ്പോൾ ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ഉള്ളിലും ഈ എസൻസ് എല്ലാം ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ മീനിങ് നമ്മളുടെ ഉള്ളിലെ എല്ലാ ഇമോഷൻസിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എത്രത്തോളം ഈ ഇമോഷൻസ് ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രം നമ്മൾ അതിനെ ബാലൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ടോട്ടലി ഡിവൈൻ മസ്കുലൈൻ എന്ന് പറയുന്ന ആ ഒരു ബോഡീനെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് ഈ ജേർണി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഈ ഒരു ജേർണിയിലാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് എവിടെയാണ് പെയിൻ വരുന്നത്? നമ്മളുടെ ആ ഒരു കൗണ്ടർ പാർട്ട് നമ്മളുടെ കൂടെ ഇല്ലയെന്ന് വിചാരിക്കുമ്പോൾ, പക്ഷേ ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈഗോ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ സോൾ ലെവലിൽ ഒന്നാണ് നമ്മളുടെ കൗണ്ടർ പാർട്ടുമായിട്ട്. ആൻഡ് ഈ ഒരു സോൾ ജേർണീനെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സോൾ ജേർണിയിലൂടെയാണ്, ഈ ഒരു എനർജിയിലൂടെയാണ് നമ്മളുടെ ഇന്നർ യൂണിയൻ വരെ വരുന്നത്. ഈ ഒരു ഇന്നർ യൂണിയൻ വരെയും നമ്മളുടെ ഡിവൈൻ മസ്കുലൈൻ നമ്മളെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, എനർജറ്റിക്കലി, തോട്ട്സിലൂടെ. കാരണം സോൾ ലെവലിൽ നിങ്ങൾ ഒരു സോളാണ്. ആൻഡ് ഒരു സോൾ എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ച് നിങ്ങൾ പാറ്റേൺസിൽ റിപ്പീറ്റഡായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അവർക്കത് ആ ഒരു കാരണം ഫെമിനൈൻ എനർജി മുമ്പോട്ട് വരുമ്പോൾ മാത്രമേ മസ്കുലൈൻ എനർജിക്ക് 3Dയിൽ ഈ ഒരു അവേക്കനിങ്ങിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു ജേർണിയുടെ ഡിസൈനിങ് തന്നെ. അപ്പോൾ നമ്മളിതിനെ ഒരു നോർമൽ റിലേഷൻഷിപ്പ് പോലെ എത്രത്തോളം ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നോ അത്രത്തോളം ഇത് പെയിൻഫുള്ളായിരിക്കും. സോ ഈ ഒരു ജേർണിയിലാണെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, 5Dയിലെ സോൾ ലെവലിൽ നിങ്ങൾ ഒന്നാണ്. നിങ്ങൾക്ക് സോൾ ലെവലിൽ എപ്പോഴും ആക്സസ് ഉണ്ട്. നിങ്ങളുടെ ഡിവൈൻ മസ്കുലൈൻ എനർജിയും ആക്സസ് നിങ്ങൾക്ക് എപ്പോഴും ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് വിഷമിക്കുമ്പോൾ, ഒന്ന് കരയുമ്പോൾ, ഒന്ന് ചിരിക്കുമ്പോൾ, അവർ ഈവൻ ഒരു തേർഡ് പാർട്ടീൻ്റെ കൂടെ ആണെങ്കിൽ പോലും, അവരൊരു സെക്ഷൽ ഇൻ്റർകോഴ്സിലാണെങ്കിൽ പോലും നിങ്ങൾക്കത് ഫീൽ ആവാൻ പറ്റും നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ. പക്ഷേ ഇവിടെ ഈ ഒരു എനർജീനെ നമ്മൾക്ക് ലെറ്റ് ഗോ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഒരിക്കലും പാർവതി ദേവി ശിവഭഗവാന്റെ പുറകെ പോയിട്ടില്ല. നമ്മളൊക്കെയും ആ ഒരു എസെൻസ് ആണെങ്കിൽ എന്തുകൊണ്ട് നമ്മളുടെ മസ്കുലൈൻ എനർജീൻ്റെ പുറകെ ലവിനെ ചേസ് ചെയ്ത് പോകണം? കാരണം നമ്മുടെ ഉള്ളിലെ വൂൺസ് തന്നെയാണ് അതിൻ്റെ കാരണം. ഓപ്പോസിറ്റിൽ നിൽക്കുന്ന
മസ്കുലൈൻ എനർജിയും നമ്മളെ അത്രയും അൺകണ്ടീഷണലി ഇന്നർലി ലവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കും അവരുടേതായിട്ടുള്ള ഫിയേഴ്സ് ഉണ്ട് അല്ലേ, അവരുടേതായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ബ്ലോക്കേജസ് ഉണ്ട്. സോ ഈ ഒരു സോൾ ലെവലിൽ ഡിവൈൻ ഫെമിനൈൻ വർക്ക് ചെയ്യുമ്പം നാച്ചുറലി ഡിവൈൻ മസ്കുലൈന് 3Dയിൽ ആ ഫിയേഴ്സിനെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് മസ്കുലൈൻ എനർജീൻ്റെ അവേക്കനിങ് നടക്കുന്നത്, അവരുടെ ജേർണി മുമ്പോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് എഗെയിൻ ഇതെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, മസ്കുലൈൻ എനർജീൻ്റെ അവേക്കനിങ്ങിനെ കുറിച്ച് അധികം വീഡിയോസ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല, ഹീലിങ്ങിനെ കുറിച്ച് എന്തുകൊണ്ട് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ മസ്കുലൈൻ എനർജിയും ഒന്നാണ്. ഏത് നിമിഷമാണോ നിങ്ങളുടെ മസ്കുലൈൻ എനർജീനെ, അവരുടെ എനർജി വേണം, അവരുടെ അവേക്കനിങ് എവിടെ വരെയായി, അവർ എന്തുകൊണ്ട് ഇനിയും വന്നില്ല, അവരെന്തുകൊണ്ട് തേർഡ് പാർട്ടിയിൽ നിൽക്കുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിലേക്കാണ് വരുന്നത്. ഓഫ് കോഴ്സ് ഇപ്പോൾ തൊട്ട് മേ ബി കമ്മ്യൂണിറ്റിയിൽ ഒരു മസ്കുലൈൻ എനർജീൻ്റെ ട്രൈറ്റ്സും ഹീലിങ്ങും ഒക്കെ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് അതിൻ്റെ റിലേറ്റബിളായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഡിവൈൻ പെർമിഷൻ തന്നാൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ എഗെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രത്തോളം നമ്മൾ വെളിയിലേക്ക് ആ മസ്കുലൈൻ എനർജിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ പാർട്ട് ആവാം, അവർ വിട്ടേക്കുക. കാരണം അവരുടേതായിട്ടുള്ള ജേർണി ഡിഫറെൻ്റ് ആണ്. നമ്മളെ പോലെ എനർജറ്റിക്കലി വർക്ക് ചെയ്യുകയല്ല. എനർജറ്റിക്കലി നമ്മൾ ചെയ്യുന്ന വർക്കിലൂടെ അവർക്ക് 3Dയിൽ പല സോൾ കോൺട്രാക്ട്സിനെയും അറ്റാച്ച്മെൻറ്റിനെയും ഒക്കെ അവർക്ക് ഡിറ്റാച്ച് ആയിക്കൊണ്ട് ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് അവർ സെൽഫായിട്ടുള്ള ഒരു സെൽഫ് ലവിലേക്ക് വന്നുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മസ്കുലൈൻ എനർജി ഇവിടെ വരെ വരണമെങ്കിൽ അവരവരുടെ ഫെമിനൈൻ എനർജീനെ ഒരു ശക്തിയുടെ രൂപത്തിൽ കാണുമ്പോൾ, 3Dയിൽ കാണുമ്പോൾ മാത്രമേ അവർക്ക് അതിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇത് എല്ലാവർക്കും അറിയാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മളതിനെ മറന്നു പോകും. നമ്മൾ 3Dയിലേക്ക് വന്നിട്ട് പലപ്പോഴും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അടുത്തതായിട്ട്, ഇനി നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണോ, ഇതെൻ്റെ DM ആണോ, ഇതെൻ്റെ DF ആണോ, ഇതെൻ്റെ സോൾമേറ്റ് ആണോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടും നിങ്ങളൊരു അവേക്കനിങ് ജേർണിയിലാണെങ്കിൽ മനസ്സിലാക്കുക, എന്തായാലും നിങ്ങൾ ഇവിടേക്ക് വന്നു. അതായത് തിരിച്ചൊന്നും പോകാൻ പറ്റില്ല. തിരിച്ച് 3D ലൈഫിലേക്ക് കണക്റ്റായിട്ട് പഴയ പോലെ നമ്മൾ ആ ഒരു പെയിൻഫുൾ ഇവൻസിലൂടെ അല്ലെങ്കിൽ പെയിൻഫുൾ ജേർണിയിൽ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. സോ ഇവിടെ ഡിവൈനാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ സോളാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പോട്ട് പോവുക, ഇന്നർ വർക്ക് മാത്രം ചെയ്യുക ഇവിടെ. അപ്പോൾ പലരും ഇന്നർ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് ചെയ്താൽ മതിയോ, എനിക്കറിയില്ല എവിടെ നിന്നാണ് കണ്ടൻറ്റ് അങ്ങനെയൊക്കെ കിട്ടുന്നത്. പലരും പറയാറുണ്ട്, ആരോ ഗൈഡ് ചെയ്ത് ഞങ്ങളെ ഇന്നർ വർക്കൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു ജേർണിയിൽ വന്നിട്ട് കുറേയധികം വർഷങ്ങളായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇടയ്ക്ക് ഞാനും എവിടെയൊക്കെയോ ഒന്നും മിസ്സാകുമ്പോൾ, ഇന്നർ വർക്ക് മിസ്സാകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളുടെ 3D ലൈഫിൻ്റെയും നമ്മളുടെ 5D ലൈഫിൻ്റെയും ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നർ വർക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിലും ഇനിയൊരു വോട്ടെവർ ആ ഒരു സോൾ ജേർണിയിലാണെങ്കിലും, ഇനി ഒരാൾ വഴി നിങ്ങൾ ഒരു ലവ് റിലേഷൻഷിപ്പ് വഴി നിങ്ങൾ ഇതിലേക്ക് കണക്റ്റ് ആയെങ്കിലും, ഇവിടെ ഭഗവാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ വൂൺസ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രൂ സെൽഫിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ വൈബ്രേഷന് മാച്ച് ആവാത്തവരാണെങ്കിൽ, അതിപ്പം ട്വിൻ ഫ്ലെയിം അല്ലാതെ ഒരു ഫേക്ക് ട്വിൻ ഫ്ലെയിം ആണ് അല്ലെങ്കിൽ സോൾമേറ്റ് ആണ്, വോട്ടെവർ നമ്മൾ കാർമിക് ആണ് എന്നൊക്കെ പറയുന്നവർ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർ നമ്മളുടെ എനർജറ്റിക് ഫീൽഡിൽ നിന്നും നമ്മളായിട്ട് തന്നെ അതിൽ നിന്നും ഡിറ്റാച്ച് ആവും. ഓക്കെ, ഈ ഇന്നർ വർക്ക് തന്നെയാണ് നമ്മൾക്ക് നമ്മളുടെ 3Dയിലുള്ള ട്വിൻ ഫ്ലെയിമുമായിട്ട് ഡിറ്റാച്ച്മെൻറ്റിലേക്ക് കൊണ്ട് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ ബേസ് നമ്മളുടെ ഇന്നർ വർക്കാണ്. കാരണം ഇത് ഇനിയൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പലരും കൗൺസിലിങ്ങിന് വരുമ്പോൾ, സ്പിരിച്വൽ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഇന്നർ വർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം മേ ബി അവരുടെ കർമ്മയായിരിക്കും അത് ചെയ്യാതെ 2-3 വർഷം കഴിഞ്ഞ് പിന്നെയും കണക്റ്റ് ആവാറുണ്ട്. അന്ന് പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവിടെ വരെ എത്തുമായിരുന്നു. ഇത് സെയിം ലൂപ്പിലാണ്. ഓഫ് കോഴ്സ് അത് ആ ഒരു ടൈം ലൈനിൽ അവർ ഗോ ത്രൂ ആവേണ്ട കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നർ വർക്ക് എന്ന് പറയുന്നത് ചെയ്തേ പറ്റത്തുള്ളൂ ഈ ജേർണിയിൽ. അപ്പോൾ ഇന്നർ വർക്ക് എന്താണ്?
ബേസിക്കായിട്ട് ഇന്നർ വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സിനെ ഫീൽ ആവുക, നിങ്ങളെ ഒബ്സർവ് ചെയ്യുക ആസ് ആൻ ഔട്ട്സൈഡർ. ഒരു ഔട്ട്സൈഡറായിട്ട് നിന്നുകൊണ്ട് ഇന്ന് ഞാൻ എന്തൊക്കെ ആലോചിച്ചു, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, എൻ്റെ ബ്ലോക്സ് എന്താണ്, എനിക്ക് എവിടെയൊക്കെ പെയിൻ വന്നു ബോഡിയിൽ ഇക്കാര്യം ആലോചിക്കുമ്പോൾ, എനിക്ക് വന്ന ഡ്രീംസ് എന്താണ്. അപ്പോൾ ഇത് നമ്മൾ, അതായത് ഇതിനെ ഒബ്സർവ് ചെയ്യുമ്പം, സ്വയം ഒന്ന് സംസാരിക്കുമ്പം നമ്മളുടെ ഉള്ളിലെ ബ്ലോക്സ് നമുക്ക് മനസ്സിലാകും, വൂൺസ് മനസ്സിലാകും. അതിനെ നമ്മൾ ഇന്നർ ചൈൽഡ് വൂണ്ടെന്നോ, ഫാദർ വൂണ്ടെന്നോ, മദർ വൂണ്ടെന്നോ, പാസ്റ്റ് ലൈഫ് കർമ്മ എന്നോ ഒത്തിരി കാറ്റഗറൈസേഷൻസ് വരുമെങ്കിലും ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് കണക്റ്റ് ആവാൻ പറ്റുന്ന വൂണ്ട്, ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ആ പെയിൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെയിനാണ് നമ്മളുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ്, ഇതെല്ലാം നമ്മുടെ ഇൻഡ്യൂഷനായിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് നമ്മളുടെ ആ ഒരു ശക്തി എസൻസിനെ നമ്മൾ ഇവോക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ശക്തിയാണെങ്കിൽ മാത്രമേ നമ്മളുടെ മസ്കുലൈന് ശിവൻ്റെ എനർജിയിലേക്ക് വന്ന് ആ ഒരു ഒരു പർപ്പസ് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നമ്മൾ മേ ബി ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ലേബിൾ പോലും നമ്മൾക്ക് മാറ്റി വെക്കേണ്ടി വരും. അതായത് ഞാനൊരു ഫെമിനൈനാണ്, ഞാനൊരു മസ്കുലൈനാണ്, ഇതെല്ലാം നമ്മളുടെ മനസ്സിൽ നിന്നും പോകും. നമ്മളുടെ ഉള്ളിൽ നമ്മൾ സേഫായിട്ട് ഫീലാകും. അവിടേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ഇന്നർ വർക്ക് തീർച്ചയായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് ഫീലിംഗ്, നമ്മളുടെ ഈ ഒരു ഫീലിങ്ങിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നത്. ഇനി പലരും ചോദിക്കാറുണ്ട്, ജപങ്ങളും പ്രാർത്ഥനകളും മാത്രം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നർ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ജപങ്ങൾ പ്രാർത്ഥനകളും ഞാനും ഒത്തിരി ചെയ്യുന്ന ആളാണ്. ജപങ്ങളൊക്കെയും വളരെ ട്രഡീഷണൽ വേയിൽ, കാരണം ഈ ഒരു ജന്മത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കോൺസെപ്റ്റ് അതെനിക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവാനുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിലും എൻ്റെ ബിലീഫ് സിസ്റ്റത്തിൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് ടൈം ടു ടൈം. കാരണം വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ അവിടെയുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റത്തെയും പാറ്റേൺസിനെയും ബ്രേക്ക് ചെയ്യാനും മുമ്പോട്ടുള്ള ജനറേഷൻസിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എനർജറ്റിക്കലി റിഫ്ലക്റ്റ് ആവുന്നുമുണ്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു മന്ത്രജപം ചെയ്യുമ്പം ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഉപവാസങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഇന്നർ കോളിംഗ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഇക്കാര്യങ്ങളൊക്കെയും നമ്മൾക്ക് ഹീലിങ്ങിന്, നമ്മളുടെ ഇന്നർ ഹീലിങ്ങിന് ഒരു സ്ട്രെങ്ത് തരികയാണ് ചെയ്യുന്നത്. ഈ പെയിനിനെ ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ആയിരിക്കും നമ്മൾക്ക് തരുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കുക. അത് മാത്രമല്ല, നമ്മുടെ ഷാഡോ സെൽഫിനെ നമുക്ക് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് ഈ നിങ്ങളുടെ ഫീലിങ്സിനെ ഫീലാവുക എന്ന് പറഞ്ഞത്. ഇനി എന്തുകൊണ്ടാണ് ലാസ്റ്റിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഇത്രത്തോളം നമ്മളെ ഓപ്പൺ ആക്കുന്നത്, പെയിനിലേക്ക് നമ്മളെ തള്ളിവിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിപ്പം ട്വിൻ ഫ്ലെയിം ജേർണി ആയിക്കോട്ടെ, പലതരത്തിലുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്സും നമ്മളെ പെയിനിൽ കൊണ്ടെത്തിക്കാറുണ്ട്. ആക്ച്വലി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മളുടെ ലവിനെ, നമ്മൾക്ക് വേണ്ട ലവിനെ നമ്മൾ വെളിയിൽ നിന്നും സീക്ക് ചെയ്യും. അതൊരു കണ്ടീഷനിങ് ആണ് നമ്മളിലേക്ക് വന്നത് ജനറേഷൻസ് ആയിട്ട്. അതേപോലെ തന്നെ ഒരു പാറ്റേൺ ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആ ഒരു കുടുംബങ്ങളിൽ പറഞ്ഞു തന്നിരുന്ന പല പാറ്റേൺസ് കാണും. ഫോർ എക്സാമ്പിൾ, എന്നോട് ലൈക്ക് എൻ്റെ ഒരു ഫാമിലിയിലുണ്ടായിരുന്ന, എൻ്റെ പ്രത്യേകിച്ചും വീട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ മരിച്ചാലും ആ ഒരു വീട്ടിലായിരിക്കണം, അതൊരു ബിലീഫ് സിസ്റ്റമായിരുന്നു എൻ്റേത്. സോ അതിനെ എനിക്ക് ഈ ഒരു ജേർണിയിൽ വന്നപ്പം ബ്രേക്ക് ചെയ്യാൻ പറ്റി. അതെന്തുകൊണ്ടാണ് ആ ബിലീഫ് സിസ്റ്റം വന്നതെന്ന് പറഞ്ഞാൽ, ആ ഒരു കൺസർവേറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അവർ കടന്നു വന്ന വഴികളിലൂടെ എൻ്റെ അമ്മമാരോ, അല്ലെങ്കിൽ അമ്മമാരെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയായിരിക്കാം, കുഞ്ഞമ്മമാരോ വല്യമ്മമാരൊക്കെയും കടന്നു വന്ന വഴികളിലൂടെ, അല്ലെങ്കിൽ അവരുടെ അമ്മ, അതായത് എൻ്റെ അമ്മൂമ്മ, അവരുടെ അമ്മ, അവർ കടന്നു വന്ന വഴികളിലൂടെ അവർ എടുത്തിരിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റമാണത്. അതിനെ എനിക്ക് ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി മേ ബി ഒബ്ജെക്ഷൻസ് വന്നിട്ടുണ്ട്, ഫാമിലിയിൽ റിജക്ഷൻസ് വന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ മാത്രമേ ഇന്നെൻ്റെ മുമ്പോട്ട് പോകുമ്പം പല കസിൻസും എന്നോട് പറയാറുണ്ട്, ചേച്ചി ഇതൊരു വളരെ ഒരു നല്ല കാര്യമാണ്, ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ. അതായത് നമ്മൾ എനർജറ്റിക്കലി നമ്മളുടെ, അതായത് ഡിവോഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മറ്റു പല കാര്യങ്ങളും, അതിപ്പം ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആവാം, പല കാര്യങ്ങൾ ലൈഫിൽ, നമ്മൾ പേഴ്സണൽ ലൈഫിൽ ഗോ ത്രൂ ആവുന്ന പല കാര്യങ്ങൾ അറിയുമ്പോൾ അങ്ങനെ അതൊരു അറിഞ്ഞോ അറിയാതെയോ അവരും അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ
അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, ആ എനർജി അവർ വരെ എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എന്തുകൊണ്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് നമ്മളെ അത്ര പെയിൻ തരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. അതിപ്പം കാർമിക് എന്ന് നമുക്ക് പറയാം, സോൾമേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഹാർട്ട് ഒത്തിരി ഓപ്പൺ ആവും. ഔട്ട്സൈഡിൽ നിന്ന് ലവ് സീക്ക് ചെയ്യും, നമ്മൾ ഒരു വാലിഡേഷന് പോകും. അതായത് അവർക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കും. അത് എഗെയിൻ നമ്മളുടെ സൊസൈറ്റിയിലെ ഒരു കണ്ടീഷനിങ് ആണ്. അതിലൊരു തെറ്റുമില്ല, ഗിവ് ആൻഡ് ടേക്ക് ഈക്വൽ ആണെങ്കിൽ. പക്ഷെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അത് ഈക്വൽ അല്ലാത്തപ്പം ഒരു പാർട്ട്ണർ കൂടുതലായിട്ട് സപ്രസ് ചെയ്യുകയും ഒരു പാർട്ട്ണർ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അതായത് 2 പാർട്ട്നേഴ്സിൽ ഇവിടെയാണ് ഈ ഒരു ഡിസ്ബാലൻസ് വരുന്നതും. ഈ ഡിസ്ബാലൻസിലൂടെ അവരുടെ ഇടയ്ക്കുള്ള എനർജറ്റിക് ഹാർമണി പ്രശ്നം വരികയും ചെയ്യുന്നത്. അതിപ്പം ഒരു ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ടോ, ഹസ്ബൻഡോ, വൈഫോ ഒക്കെ ആവാം. ഇവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇവിടെയാണ് ആ ഒരു ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്ക് കൂടുതലായിട്ട് വൂൺസ് സർഫേസിൽ വരുന്നത്. 2 പേർക്കും ഇത് വൂണ്ട് സർഫേസിൽ കൊണ്ടുവരും. എഗെയിൻ അവിടെ ആ സോളിൻ്റെ ചോയ്സാണ് ഹീലിംഗ് ആര് ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുമ്പോൾ അത് അൾട്ടിമേറ്റ് മിററാണ്. നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വൂൺസിനെയും കൊണ്ടുവന്ന് സർഫേസിൽ വെച്ച് അതിനെ ഹീൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സൈലൻ്റായിട്ട് ആ ഒരു ബോഡി നമ്മളുടെ ലൈഫിൽ നിന്നും മാറിപ്പോകും. ആൻഡ് ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് എൻറ്റയർലി നമ്മളുടെ എംപവർമെൻറ്റിനാണ്. ആ ഒരു എംപവർമെൻറ്റിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതത്ര ഈസിയുമല്ല. പല സൈക്കിൾസ് കാണും, പല ടൈം ലൈൻസ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. പല പാറ്റേൺസ്, ഈ പറഞ്ഞ പോലെ നമ്മളുടെ ജനറേഷൻസായിട്ട് നമ്മുടെ ഫാമിലീസിലുള്ള പല പാറ്റേൺസ് ബ്രേക്ക് ചെയ്യും. പല സോൾ കോൺട്രാക്ട്സ് നമ്മൾക്ക് റിലീസ് ചെയ്യേണ്ടി വരും. സോ ഇവിടെയൊക്കെയും ഫെമിനൈൻ എനർജി എത്രത്തോളം മസ്കുലൈൻ എനർജീൻ്റെ ലൈഫിലേക്ക് നോക്കുന്നോ അത്രത്തോളം അവിടെ പെയിൻ ആയിരിക്കും കാണുന്നത്. കാരണം അവരുടെ ജേർണി ഡിഫറെൻ്റ് ആണ്. അവർ 3Dയിലൂടെ ആയിരിക്കും അവരുടെ ലെസൺസ് പഠിക്കുന്നത്. സോ ലെറ്റ് ദം ഗോ. അവർ പോവട്ടെ, അവരുടെ ജേർണീനെ അവർ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ എനർജീനെ എനർജറ്റിക്കലി നിങ്ങൾ പിൻവലിക്കുക. എക്സ്പെക്റ്റേഷൻ വേണ്ട. നിങ്ങൾ ഒന്നാണെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ, അതായത് ഒരു സോളാണ്. ആൻഡ് ഇതിൻ്റെ എല്ലാവരുടെയും ഹയസ്റ്റ് ഗുഡിൻ്റെ ഭഗവാൻ എന്താണോ കൊണ്ടുതരുന്നത് അത് അക്സെപ്റ്റബിൾ ആണെന്നുള്ള വേയിൽ ഇന്നർ വർക്ക് ചെയ്യുക. ഈ എനർജി നിങ്ങൾ തിരിച്ചെടുക്കുന്ന ഈ ഒരു മസ്കുലൈൻ എനർജിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന എനർജി ഉണ്ടല്ലോ, അത് തിരിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മണീൻ്റെ അബൻഡൻസ് വരുന്നത്, നമ്മളുടെ ലൈഫിനൊരു സ്ട്രക്ചർ വരുന്നത്. ഫെമിനൈൻ എനർജി ഹീലിങ്ങിൽ വരുമ്പോൾ നമുക്കറിയാം ലൈഫ് മൊത്തത്തിൽ ട്രാഷ് ആവും. ലൈക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒന്നും കാണില്ല നമ്മളുടെ അടുത്ത്. സീറോയിൽ നിന്ന് നമ്മൾ പിന്നെയും തുടങ്ങേണ്ടി വരുന്നു. ആക്ച്വലി ഡെത്ത് ആൻഡ് റീബേർത്ത് ആണ് അവിടെ. അപ്പോൾ ഇവിടെ പിന്നെയും വരുമ്പം പലപ്പോഴും നമ്മൾക്ക് പല ഹിൻഡ്രൻസസ് 3Dയിൽ നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും. അതിപ്പം നിയമപരമായിട്ടുള്ള പല സർട്ടിഫിക്കേഷൻ തൊട്ടുള്ള കാര്യങ്ങളാവും. ഒന്ന് ഒബ്സർവ് ചെയ്ത ബ്ലോക്കേജസ് നമുക്ക് വരും, സർട്ടിഫിക്കറ്റ്സിൽ വരും, കാർഡ്സിൽ വരും. ഓക്കെ, ഇവിടെയൊക്കെ ഒരു സ്ട്രക്ചേർഡ് വേയിൽ നമ്മുടെ ലൈഫിനെ നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ഒരു മസ്കുലൈൻ എനർജി, ഔട്ടർ മസ്കുലൈനിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എനർജീനെ തിരിച്ചെടുത്ത് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ബ്യൂട്ടി, നമ്മളുടെ ഗ്ലോ, നമ്മുടെ അബൻഡൻസ്, നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഇതെല്ലാം വർക്ക് ആവുന്നത്. കാരണം ഒരു ഫെമിനൈൻ എനർജി ഹീലാകുമ്പം ഒരു ഇമോഷണൽ എക്സിസ്റ്റൻസിൽ ഇമോഷണൽ ഇൻഡിപെൻഡൻറ്റ് മാത്രമല്ല, ശക്തി എന്ന് പറയുമ്പോൾ അബൻഡൻസ്, ലക്ഷ്മി ദേവിയും ഇതിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് മണി എന്ന് പറയുന്നത് നമ്മൾ അത്രയും മാനിഫെസ്റ്റ് ചെയ്തെടുക്കും. ഒന്നിൻ്റെ പുറകെ നമ്മളിവിടെ ചേസ് ചെയ്യുന്നില്ല. എഗെയിൻ മനസ്സിലാക്കുക, നമ്മൾ നമ്മളുടെ വർക്ക് ചെയ്യും, ഇന്നർ വർക്ക് ചെയ്യും, ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു സ്ട്രക്ചേർഡ് വേയിൽ ചെയ്യാനായിട്ട് തുടങ്ങും എനർജി ഫ്ലോയിലൂടെ. ഇങ്ങനെ നമ്മൾ ആ ഒരു ഇന്നർ യൂണിയനിൽ എത്തുമ്പം ശരിക്കും വിശ്വസിക്കുക, നമ്മൾക്ക് നമ്മളുടെ ഡിവൈൻ മസ്കുലൈൻ വേണമെന്ന് നമുക്ക് തോന്നില്ല. നമ്മൾ ഈ ഒരു ജേർണിയിലാണെന്ന് തോന്നില്ല. യെസ്, എന്തോ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. ഈ ഒരു ജേർണിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു ജേർണിയാണ് എനിക്കെല്ലാം തന്നത്. ഈ ഒരു എൻ്റെ ട്വിൻ ഫ്ലെയിമാണ് എന്നെ എൻ്റെ റിയൽ എന്നിലേക്ക് കണക്ട് ചെയ്തത്. അവിടെ വരെ നമ്മൾ വന്നു കഴിയുമ്പോൾ മാത്രം നമ്മളുടെ ലൈഫിലേക്ക് നമ്മളുടെ 3Dയിലുള്ള മസ്കുലൈൻ എനർജി വരുള്ളൂ. സോ ഇത് ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു മെസ്സേജ് ആർക്കെങ്കിലുമൊക്കെ കേൾക്കേണ്ടതാവാം, ആർക്കെങ്കിലുമൊക്കെ എത്തേണ്ടതാവാം. ഇപ്പോഴും ഞാൻ ജസ്റ്റ് ഇന്നർ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നപ്പോൾ എനിക്കിത് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിത് അപ്ഡേറ്റ് ചെയ്യുന്നത്. കുറേയധികം നീണ്ടുപോയി എന്ന് തോന്നുന്നു, പക്ഷേ വേർത്താണ് ഈ ഒരു മെസ്സേജ്. അപ്പോൾ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതല്ലാതെ
സെപ്റ്റംബർ 3rd വീക്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിംഗ് ആൻഡ് റീപ്രോഗ്രാമിൻ്റെ ക്ലാസ് ഒരു ഓഫ്ലൈൻ സെഷൻ ഞാൻ തൃശ്ശൂരിൽ എടുക്കുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതിൽ ട്വിൻ ഫ്ലെയിംസ് മാത്രമാണോ അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ളവർക്കും ജോയിൻ ആവാമെന്നുള്ള ഒരു ക്വസ്റ്റ്യന് ആർക്കും ജോയിൻ ആവാവുന്നതാണ്. ഇതല്ലാതെ അതായത് ആ തൃശ്ശൂരിൽ തന്നെ ഇനിയൊരു ദിവസം നമ്മൾ റേക്കിക്ക് വേണ്ടി ഒരു സെഷൻ എടുക്കുന്നതാണ്. റേക്കി ഫസ്റ്റ് തൊട്ട്, അതായത് ഫസ്റ്റ് ലെവൽ തൊട്ട് ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ വരെ പഠിച്ചവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഓഫ്ലൈൻ സെഷൻ, അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അവർക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ ഓവറോളായിട്ട് ഒരു റേക്കിൻ്റെ സെഷൻ എന്ന് നമുക്ക് പറയാം, അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് റേക്കി എൻ്റെ അടുത്തു നിന്നും പഠിച്ചവർക്ക് മറ്റേതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്നും പഠിച്ചവർക്ക് ഒരു ഇന്നർ കോളിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. ആൻഡ് ഇത്രയുമാണ്. ഇതല്ലാതെ ഹീലിങ്ങിനായിട്ട് പേഴ്സണൽ 1-to-1 സെഷൻസിന്, ഹീലിങ്സിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിനായിട്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കൊക്കെ ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.